മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തേക്കുകൾ കൊണ്ടുപോയാണ് മസ്ജിദുൻ നബവി അന്ന് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഡമസ്കസിലെ മസ്ജിദുണ്ട്. ആ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഡമസ്കസിലെ റവന്യൂ വരുമാനത്തിന്റെ 3 ഇരട്ടിയാണത്രേ ഉപയോഗപ്പെടുത്തിയത്. ഒരു രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 3 ഇരട്ടി ഉപയോഗിച്ചാണ് ഡമസ്കസിലെ മസ്ജിദുൻ നൂരി എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളെ മുൻഗാമികളെല്ലാം അള്ളാഹു അനുവദിച്ചതുപോലെ നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ വീടുകളുമൊക്കെ പ്രൗഢഗംഭീരമാകുന്ന കാലത്ത് അതിനേക്കാൾ ഉയരത്തിലും അതിനേക്കാൾ സൗന്ദര്യത്തിലും സൗകര്യത്തിലും അള്ളാഹുവിന്റെ പള്ളികളാകണമെന്നതാണ് നിയമം. ഇതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ ഒരു നില മാത്രമേ പള്ളിയുടെ ആവശ്യമുള്ളൂ എങ്കിലും ആ പട്ടണത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് പള്ളിയാകണമെന്ന കാരണത്താൽ പള്ളിയുടെ മിനാരങ്ങളെ അവർ ഉയർത്തി നിർമ്മിച്ചു. അള്ളാഹു ഉയർത്താൻ സമ്മതം നൽകിയതാണ്. അതുകൊണ്ട് പള്ളിയുടെ അടുത്ത് വീടുണ്ടാക്കുന്നവർ ആ പള്ളിയേക്കാൾ വലിയ വീടുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കലാണ് അദബ്. മഹല്ലുകാരെന്ത് ചെയ്യണം? ആ പള്ളി അതിന്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളെക്കാളും വീടുകളെക്കാളും അതിന്റെ മിനാരമെങ്കിലും ഉയർത്തി അത് എപ്പോഴും മേലെ നിൽക്കണം എന്നതാണ്. പള്ളികളിൽ നമ്മൾ സൗകര്യങ്ങളും അതിന്റെ സൗന്ദര്യവും അതിന്റെ വിശാലതയും വലുപ്പവും വർദ്ധിപ്പിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചാണ്. ധൂർത്ത് പാടില്ല എന്ന് പറഞ്ഞതും ഇവിടെ ആപേക്ഷികമാണ്. നമ്മളെ വീടുകളൊക്കെ നല്ല സൗകര്യമുള്ളതും സൗന്ദര്യമുള്ളതാകുമ്പം അള്ളാഹുവിന്റെ പള്ളി മാത്രം അത് പഴയ നബിതങ്ങളുടെ കാലത്തുള്ള അതേമാതിരി തന്നെ ഓല കൊണ്ടായിരിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കാലികമായ രീതിയിൽ പള്ളികളെ നിർമ്മിക്കുക എന്നതൊരു വലിയ പുണ്യകർമ്മമാണ്.